Good morning, all. Good morning, ma'am. Morning. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വായിച്ചു നോക്കിയോ? വായിച്ചു മാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മനസ്സിലാക്കി പോകുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. നമ്മള് കണ്ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമുക്കറിയാം അല്ലെ, ഏതൊരു സ്ഥാപനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടുത്തെ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. കാരണം അവിടെ വർക്കേഴ്സ് ആണ് പൊതുവെ നല്ല രീതിയിൽ ആ വർക്ക് അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു റോള് ആ ഒരു വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളപ്പോ അതുമായി ബന്ധപ്പെട്ട പേഴ്സണൽ മാനേജർ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഓൾഡ് കൺസെപ്റ്റിന്റെ പേഴ്സണൽ മാനേജറിനെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യമുള്ളതെന്ന് കൺസിഡർ ചെയ്തിട്ട് തന്നെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. അതായത് വിവിധ വ്യക്തികൾ അല്ലെ, പൊതുവെ നമുക്കറിയാം ആക്ച്വലി നമ്മുടെ എക്സാമിനൊന്നും ഡെഫിനിഷൻ എന്താണെന്നൊന്നും ചോദിക്കില്ല അല്ലെ. നമുക്കറിയാം നമുക്ക് ടെസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ട. വിവിധ ചിന്തകന്മാര് അവരുടെ ആശയങ്ങള് വിവിധ ഡെഫിനിഷനിൽ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് കോമേഴ്സ് ഗ്രൂപ്പുകാരൊക്കെ ഡെഫിനിഷനൊക്കെ മസ്റ്റായിട്ടും പഠിച്ചു പോയിരിക്കുന്നവരായിരിക്കും. കേസ് ഈ ഗ്രൂപ്പിലും കോമേഴ്സുകാരുണ്ടാവോ? ഇല്ലേ? കൊമേഴ്സ് പഠിച്ചവരില്ലേ ഇതില്? ഉണ്ടോ? അവരൊക്കെ മസ്റ്റായിട്ടും ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡെഫിനേഷൻ ഒക്കെ പഠിച്ചു പോയിട്ടുണ്ട്. മാനേജറിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അറിയാം, അതൊക്കെ മസ്റ്റായിട്ടും പഠിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട. എന്താണെന്നുള്ള ഒരു മീനിങ്സ് മനസ്സിലാക്കി പോകാം. വിവിധ ചിന്തകന്മാര് പല രീതിയിൽ അതിനെ നിർവചിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and use of manpower as distinguished from other source of power. അതായത് നമുക്കറിയാം അവിടെ മനുഷ്യ വിഭവശേഷിയെയാണ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. ഏതൊരു സ്ഥാപനത്തിന്റെയും മനുഷ്യ വിഭവശേഷിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ആ ഒരു നിർവചനത്തിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിലും അത് തന്നെയാണ് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ്. അതെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് നിർവഹിക്കുന്നത്? which carries out the effective control and use of manpower. അവിടെയുള്ള ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ മാൻപവർ അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ അത് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് അവിടെ നിർവഹണം നടത്തുന്നത്. ഓക്കെ. മറ്റുള്ള അത് സോഴ്സ് ഓഫ് പവറിനേക്കാൾ അതിലുപരി കേസ് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവിടെ മണി ആവശ്യമാണ്, മെഷീനറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലെ. അതിനേക്കാൾ ഉപരി നമ്മൾ കണ്ടു ഹ്യൂമൻ റിസോഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള കൺട്രോളിങ്ങും ആസൂത്രണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഡെഫിനിഷൻ എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന്? അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞ മനുഷ്യ വിഭവശേഷിയുടെ നിയന്ത്രണവും ഉപയോഗവും. ഓക്കെ. കിട്ടിയോ? ഫസ്റ്റ് ഡെഫിനേഷൻ എന്താണ് മീൻ ചെയ്യണെന്ന് കിട്ടിയോ? ഓക്കെ. മറ്റാരും എന്താണ് റിപ്ലൈ ചെയ്യാതെ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഡെഫിനേഷനിലേക്ക് പോകാം. അതായത് ഡെഫിനിഷൻസിൽ പറയുന്നത് പേഴ്സണൽ മാനേജ് എന്താണെന്ന് മെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റില് പറയുന്നത് എന്താണ്? മനുഷ്യ വിഭവശേഷിയുടെ നിയന്ത്രണവും ഉപയോഗവുമാണ് അവിടെ എടുത്തു പറയുന്നത്. നെക്സ്റ്റ് എഡ്വേർഡ് ഫിലിപ്പ് സ്റ്റേറ്റ് അല്ലെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ്
and the separation of human resources to the end that the individual, organizational and social objectives are fulfilled. അതായത് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് നമുക്കറിയാം ഇതൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതുമാത്രം തന്നെ ആ സ്ഥാപനത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഉണ്ടാക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഓക്കെ. അതേമാതിരി തന്നെ സൊസൈറ്റിക്കും ആ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം സമൂഹത്തിലായതുകൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു അല്ലെ. അപ്പൊ അവിടെ ഇൻഡിവിജ്വൽസിന്റെയും ഓർഗനൈസേഷന്റെയും സൊസൈറ്റിക്കൊക്കെ ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിനെ അവിടെയുള്ള വർക്കേഴ്സിന് അതിനുള്ള സാന്നിധ്യം, അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കണം. അങ്ങനെ സാഹചര്യം അനുകൂലമാക്കി കൊടുക്കണമെങ്കിൽ ചിലർക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആണോ? സംതിങ് റോങ് ആണ് കാണിക്കുന്നത്. എന്താണോ കുറെ പേർക്ക് കുറച്ചു പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ചില ഏരിയകളിലൊക്കെ നല്ല കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആകാമോ? അങ്ങനെയായിരിക്കുമോ ചാൻസ്? അല്ലെ, ചില ഡിസ്ട്രിക്റ്റിലൊക്കെ ഭയങ്കര റെഡ് അലർട്ടൊക്കെ നമ്മൾക്ക് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലേസിൽ ഉള്ളവർക്കാണോ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്? വർക്ക് ഇഷ്യൂ അല്ല, കുറച്ച് ഡേ ആയിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഞാനത് എന്തായാലും ഇവിടെ ഇൻഫോം ചെയ്യാം. കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, സംതിങ് റോങ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതെന്താന്നുള്ള മാറ്റർ ഞാനിവിടെ എന്തായാലും അവതരിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് അതിന്റെ മറുപടി തന്നേക്കണെന്ന് അറിയിക്കും. ഓക്കെ, മിക്കവാറും എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കയറാൻ പറ്റാത്തവര് തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ് മസ്റ്റായിട്ട് കാണണം. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു വിഷയം ഞാനിവിടെ മാനേജ്മെന്റിനെ അറിയിക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഇതിനപ്പോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ക്ലാസ് റൂം ഒക്കെ ആവുന്നില്ല, സംതിങ് റോങ് അല്ലെ കാണിക്കുന്നത്. അതെന്തായാലും ഞാൻ ഇവിടെ ഇൻഫോം ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നത്, ആഴ്ചയിൽ നമുക്ക് 2 ക്ലാസ് കിട്ടുന്നുള്ളൂ. നമുക്ക് പോർഷൻസ് കവർ ചെയ്യാതെ പറ്റില്ല അല്ലെ. ഇത്തരം ടൈമിനുള്ളിൽ പോർഷൻസ് കവർ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇഷ്യൂസ് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ എന്തായാലും മാനേജ്മെന്റിന് ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഓർഗനൈസേഷന്റെയും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒക്കെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷനൊക്കെ ചിലപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ചില സാലറിയോടൊപ്പം തന്നെ ചിലപ്പോൾ ലീവുകളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്റഗ്രേറ്റ് കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ട വരും. അങ്ങനെ നല്ല രീതിയിൽ ഓരോ ഹ്യൂമന്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം അല്ലെ, നടപ്പാക്കി കൊടുക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താവശ്യമാണ്? നേരത്തെ കൂട്ടി ഒരു പ്ലാനിങ്ങും അല്ലെങ്കിൽ സംഘടിപ്പിക്കലും അല്ലെങ്കിൽ ഒരു ഡയറക്ഷനൊക്കെ ആവശ്യമാണ്. ആവശ്യമായിട്ട് വരുമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരുമോ? ഓക്കെ, കാരണം നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലെ. ഏതൊരു സ്ഥാപനം നമ്മൾ എടുത്തു നോക്കിയാലും ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം അവിടെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, എന്താണ് അല്ലെ ഫ്രണ്ട് ഓഫീസിൽ അങ്ങനെയുള്ള ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്.
അപ്പൊ ഓക്കെ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകളൊക്കെ അവർക്ക് അതനുസരിച്ചിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റേതെങ്കിലും പാക്കേജുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അല്ലെ. അതാണ് അവിടെ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ. അങ്ങനെ ഒരു ചോദ്യം, അതായത് ഇപ്പൊ എല്ലാത്തിലും വരുന്നില്ല, എന്നാലും 2 പേരുകൾ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നുണ്ട്. എഡ്വാർഡ് ഫ്ലിപ്പ്, അതേമാതിരി തന്നെ സ്റ്റീഫൻ ഡൺ അല്ലെ. അവിടെ ആ ഒരു നെക്സ്റ്റ് ഡെഫിനിഷനിലും അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. സ്റ്റീഫൻ ഡൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തായാലും കറക്റ്റ് ആയിരിക്കും. ആണോ? കറക്റ്റ് ആയിട്ടല്ലേ കൊടുത്തേക്കുന്നത്? ഓക്കെ. അപ്പൊ അവരുടെ പേരുകൾ അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് സൂചിപ്പിക്കണമെന്ന് ഓർത്തതാണ്. ചില ഇത്തരത്തിലുള്ള ഡെഫിനിഷന് അല്ലെ ആരുടെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനിഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അതായത് എഡ്വാർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റ്, അദ്ദേഹത്തിന്റെ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഈ ഒരു ഡെഫിനിഷൻ. അദ്ദേഹം എന്താ പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുക, അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു നേതൃത്വം വഹിക്കുക, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനെ എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പേഴ്സണൽ മാനേജ്മെന്റിനുള്ളത്. നമ്മൾ അത് മനസ്സിലാക്കുക. ഒരു വലിയ ബിഗ് സെന്റൻസ് ആണ്. അതായത് ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, ഓർഗനൈസേഷനിന്റെ ലക്ഷ്യങ്ങളുണ്ട്, അവിടെയുള്ള വർക്കേഴ്സിനും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ചിലതെല്ലാം കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ട വരും. പ്രോഗ്രാമുകളോ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങും ഡയറക്ടിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെയാണ് ആരെ നിർവഹിക്കുന്നത്? ആരെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ആരുടെ അഭിപ്രായത്തിലാണ് ഇത് പറയുന്നത്? ആ ഒരു അദ്ദേഹത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. എഡ്വേർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റ്. ഓക്കെയാണോ? കിട്ടിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? നിങ്ങൾ ആ പേര് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. എന്താ ഒപ്പീനിയൻ? എന്താണ് സ്റ്റീഫൻ ഡൺ? എന്താണ് സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. ദ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. അതായത് ഏതൊരു സ്ഥാപനത്തിലും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമുക്കറിയാം താഴെ തട്ടിലുള്ള ജനങ്ങൾ തുടങ്ങി മേലധികാരികൾ വരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ആ ഒരു വർക്കേഴ്സിന്റെ ഇടയിൽ അവരെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ, അവരെ പ്രേരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഘടകങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? The personal management എന്ന് പറയുന്നത്. The personal management is the process of attracting, holding and motivating people that involves all managers, line and staff. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എല്ലാവരെയും ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ജീവനക്കാരൊക്കെ ആണെങ്കിലും നല്ല കഴിവുള്ളവരൊക്കെ ആണെങ്കിലും അവിടേക്ക് വരണം അല്ലെ. തീർച്ചയായിട്ടും അവിടേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്താലാണ് നല്ല ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ലേ? നമുക്ക് നല്ല അപേക്ഷകൾ കിട്ടാറില്ലേ? അപ്പൊ അവരെ അട്രാക്ട് ചെയ്യുക, അത് മാത്രമല്ല അവിടെ നല്ലവര് വിട്ടു പോകരുത് അല്ലെ. അവരെ നല്ല കഴിവുകളെല്ലാം ആ സ്ഥാപനത്തിന് ആവശ്യമായതുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് വിട്ടു പോകരുത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വിട്ടു പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രേരക ഘടകങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രധാന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി അവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് അട്രാക്ടിങ് പീപ്പിൾ.
അട്രാക്ടിങ് പീപ്പിൾ എന്താ പറയുന്നത്? ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. അതായത് പീപ്പിൾസിനെ സാധാരണയായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കാനായിട്ട് അവരെ അട്രാക്ട് ചെയ്യുമ്പോൾ നല്ല സ്ഥാപനമാണ്, അവിടെ നല്ലൊരു സാലറി ഉണ്ട്. ഇൻ കേസ് സാലറിയേക്കാൾ ഉപരി നോൺ മോണിറ്ററി ആയിട്ടുള്ള അല്ലെ, കുറെ നോൺ മോണിറ്ററി എന്ന് പറയുന്നത് എന്താണ്? പണത്തിനേക്കാൾ അപ്പുറം എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ, പണത്തിനേക്കാൾ ഉപരി എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകുമോ? അതായത് അവർക്ക് നല്ലൊരു പൊസിഷൻ, നല്ലൊരു റൂം, അല്ലെങ്കിൽ നല്ലൊരു അല്ലെ, നമുക്കറിയാം ചെറിയ ചെറുതാണെങ്കിലും അവരുടെ സ്റ്റാറ്റസിന് അല്ലെ അഭിമാനകരമായിട്ടുള്ള പൊസിഷനൊക്കെ കൊടുക്കുമ്പോൾ റിവാർഡുകൾ, ഓക്കെ, അപ്പൊ ആ റിവാർഡുകൾ അല്ലെ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെ അത്തരത്തിലുള്ള അല്ലെ മോണിറ്ററി അല്ലാത്ത തരത്തിലുള്ള ഒരു പാക്കേജസ് ആണ് അവിടെ അവൈലബിൾ ആക്കുന്നത്. അങ്ങനെ പല രീതിയിലും അവിടെയുള്ള വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടേക്ക് ആ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ സാധിക്കും. പിന്നെ എന്താ പറയുന്നത്? ഹോൾഡിംഗ് ഓർ റിറ്റെയിനിങ്. എന്താണ് ഹോൾഡിംഗ് ഓർ റിറ്റെയിനിങ് എന്ന് പറയുന്നത്? അതായത് അവരെ അല്ലെ ആ സ്ഥാപനത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇൻ കേസ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അവരെ നന്നായിട്ട് വർക്ക് ചെയ്തു പോകുന്നുണ്ട്. ചിലപ്പോൾ ചിലർ എന്താണ് ചില കമ്പനിയിലേക്ക് പിന്നെ അല്ലെ അവിടെ നിന്ന് ഒന്ന് പടികേറി പോകാനൊക്കെയായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെയുള്ളവര് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലെ. അപ്പൊ അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയൺമെന്റ് എന്നുവെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെയൊക്കെ നിയോഗിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരിയും കൂടി അല്ലെ കുറച്ച് ഒരു കാറൊക്കെ ഓഫർ ചെയ്യും. എന്നുവെച്ചാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പല ഇത് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അവിടെ ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആര് ആസൂത്രണം ചെയ്യേണ്ടതായിട്ട് വരും? പേഴ്സണൽ മാനേജർ ആസൂത്രണം ചെയ്ത് മാനേജ്മെന്റിനെ ബോധ്യമാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും സ്റ്റീഫൻ ടെന്നിന്റെ അഭിപ്രായത്തിൽ വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മോട്ടിവേറ്റിംഗ്. നമ്മൾ നേരത്തെ പോയിന്റ് ഒക്കെ മിക്സ് ചെയ്തതാണ്. ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ് ടു ക്രിയേറ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. അതായത് ആ സ്ഥാപനത്തിൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു സംതൃപ്തമായ അന്തരീക്ഷം വേണോ? വേണ്ടിവരുമോ? അല്ലെ, നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം അല്ലെ. ജീവനക്കാർക്ക് വ്യക്തിപരമായിട്ടൊരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷമാണ് എങ്കിൽ അവർക്ക് എന്താണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു തൃപ്തികരമായിട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ ആണെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ കൊടുക്കാം, നോൺ ഫിനാൻഷ്യൽ ഒക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അല്ലെ പ്രധാനമായിട്ട് നമുക്കറിയാം അങ്ങനെ പലതരത്തിലുള്ള മോട്ടിവേഷൻസ് അവർക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ എന്താണ് ആ പ്രേരക ഘടകങ്ങളിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകും. അപ്പൊ അങ്ങനെ ഒരു പ്രേരണ അല്ലെ, ആ ഒരു പ്രേരണ കിട്ടുക എന്നുള്ളതാണ് മോട്ടിവേഷൻ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ സ്റ്റീഫൻ ടെന്നിന്റെ അഭിപ്രായത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അതിനനുസരിച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യുക, അവിടെ നിലനിർത്തുക, പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ പ്ലാൻ ചെയ്യുക അല്ലെ. അതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, എന്താണ് സ്റ്റീഫൻ ടെന്നിന്റെ അഭിപ്രായത്തില് എന്തൊക്കെ ഘടകങ്ങൾ അതിൽ പെടുന്നുണ്ട് അല്ലെ. അട്രാക്ടിങ് പീപ്പിൾ ഉണ്ട്, ഹോൾഡിംഗ് ഓർ റിറ്റെയിനിങ് ഉണ്ട്, മോട്ടിവേറ്റിംഗ് അല്ലെ. പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് അവർ എടുത്ത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അട്രാക്ടിങ് പീപ്പിൾ ആണോ? അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുമ്പോൾ മോണിറ്ററി, അതായത് സാലറി ഒക്കെ കൂട്ടി കൊടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധ മനോഭാവം. നോൺ മോണിറ്ററി റിവാർഡ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കേസ് അല്ലെ അവർക്ക് നല്ലൊരു പൊസിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഒരു കറങ്ങുന്ന ചെയറൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെ അതിനോട് ചേർന്ന് അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിനോട് കൂടെ. പിന്നെ ഏത് പോയിന്റ് ആണെന്നോ? ഡെഫിനിഷൻ ആണോ? ഫസ്റ്റ് ഡെഫിനിഷനും സെക്കൻഡ് ഡെഫിനിഷൻ ആണോ? അതൊക്കെ ഇച്ചിരി സമയമെടുക്കും, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിട്ടാണോ? ഞാൻ എന്തായാലും സമയം തരാം, ഒന്നും കൂടി അല്ലെ, നമുക്ക് ഒന്നും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? ഓക്കെ,
എനിക്ക് തോന്നി. കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇൻ കേസ് അല്ല എങ്കിൽ നിങ്ങൾ എന്താണ് റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം നമ്മളെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തീരില്ല, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നോക്കാം, നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ബാക്കി എല്ലാവരും ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു അല്ലെ, എന്താണ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവ് വേണം. വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവ് വേണ്ടി വരുമോ? ഓക്കെ, കാരണം നമുക്കറിയാം അദ്ദേഹം ഒരുപാട് കാര്യം ചിന്തിക്കണം അല്ലെ. അവിടെ അട്രാക്ട് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഒപ്പം ഓർഗനൈസേഷന് നഷ്ടമൊന്നും വരാനും പാടില്ല. അവിടെയുള്ള പേഴ്സൺസിൽ അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം. അതേമാതിരി തന്നെ സമൂഹത്തിൽ നല്ലൊരു നിലനിൽപ്പ് ഉണ്ടാവാനായിട്ട് അല്ലെ, എല്ലാവർക്കും ഒരു പബ്ലിസിറ്റി ഉണ്ടാകുന്ന ഒരു സ്ഥാപനമാണെന്ന് നിലനിർത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആസൂത്രണം ചെയ്യണം. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു പ്രധാനപ്പെട്ട കഴിവുകളൊക്കെ ഉള്ള വ്യക്തി തന്നെ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പേഴ്സണൽ മാനേജർ must be a specialist in organization theory and likely be an effective advisor to top management in organizational matters, as well as being able to organize his own department. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിലെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ ഓർഗനൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നിലപാട്, അദ്ദേഹത്തിന് നല്ല കഴിവുകൾ, അതായത് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ബന്ധപ്പെട്ട പല തിയറിയെ കുറിച്ചിട്ടൊക്കെ നല്ല നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കേസ് നമുക്കറിയാം അല്ലെ, മാനേജ്മെന്റിനെ നല്ലൊരു ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം വർദ്ധിക്കണം. ഇവിടെയുള്ള ഇന്ന തലങ്ങളിലുള്ള എംപ്ലോയീസിന് ഇന്ന പ്രോബ്ലംസ് അല്ലെ, അവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കുറച്ച് പാക്കേജുകൾ അല്ലെ, ഇച്ചിരികൂടിയും അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് പാരിതോഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ അറിയിക്കാനായിട്ട് ഒരു ഓർഗനൈസേഷൻ തിയറിയെ കുറിച്ചിട്ട് അല്ലെ, ഒരു സംഘടന നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അത് മാനേജ്മെന്റിനെ അറിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല ഉപദേഷ്ടാവായിട്ട് വർദ്ധിക്കാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. ആണോ? അതെ, HR ആണ് ഇപ്പൊ ഉള്ളത്. പേഴ്സണൽ മാനേജർ ഓൾറെഡി കൺസെപ്റ്റ് ആണ്, നിങ്ങൾ അതിലേക്ക് തന്നെ ലയിച്ചു. പക്ഷെ ഇന്നത്തെ പഠിക്കാനുള്ളതൊക്കെ പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ കൺസെപ്റ്റ് തന്നെയാണ് അല്ലെ. പക്ഷെ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ഇപ്പോഴാണ് ഈ ഒരു പേഴ്സണൽ മാനേജർ HR ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിനെ നമ്മൾ എന്താണ് പേഴ്സണൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നുള്ള ഒരു പൊസിഷൻ തന്നെയാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അത് ആ ഒരു രീതിയിലേക്ക് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇന്നത്തെ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നത് തന്നെയാണ് പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി അല്ലെ. ഇപ്പോഴത്തെ ഓക്കെ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ പറഞ്ഞു പോകുമ്പോൾ അന്നത്തെ എഴുതി വെച്ചിരിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെ പറഞ്ഞു പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയാണെങ്കിൽ ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, നോളജ് ഓഫ് റെലവെന്റ് ലോ, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. അതായത് നമുക്കറിയാം അദ്ദേഹത്തിന് അല്ലെ പേഴ്സണൽ മാനേജറിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് തീർച്ചയായിട്ടും എന്താണ് നല്ല ഒരു ഭരണ നിർവഹണ കഴിവ് അല്ലെ, നല്ലൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാരണം നമുക്കറിയാം നിയമങ്ങള് അല്ലെ, നിയമങ്ങള് എല്ലാം എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആ ഒരു സ്ഥാപനം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഇൻ കേസ് നമുക്കറിയാം ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ കുറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. PF ചിലപ്പോ ബോണസ് കൊടുക്കേണ്ടതായിട്ട് വരും, PF കൊടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതൊക്കെ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ, നിയമത്തിന്റെ വശങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ആ നിയമം ഇപ്പൊ നമുക്കറിയാം ഓരോ ആക്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയർലി അല്ലെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ആക്ടിന്റെ കുറെ അമെന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഭേദഗതികളൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ നല്ല അറിവ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ നല്ല അറിവ് ആർക്കുണ്ടായിരിക്കണം? HR മാനേജറിന് ഉണ്ടായിരിക്കണം.
എങ്കിൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻ കേസ് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കാനായിട്ടും ആനുകൂല്യങ്ങൾ ലഭ്യമല്ലെങ്കിൽ കേസൊക്കെ ഫയൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ നോളജ് ഓഫ് റെലവന്റ് ലോസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്, സാങ്കേതിക വശങ്ങളെ കുറിച്ചിട്ടും നടപടിക്രമങ്ങളെ കുറിച്ചിട്ടും നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല ഒരു അറിവുള്ള വ്യക്തിയായിരിക്കണം. അദ്ദേഹം നല്ലൊരു അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ നല്ലൊരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വ്യക്തി കൂടിയായിരിക്കണം. ദെൻ നെക്സ്റ്റ്, കുഴപ്പമില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ അല്ലേ? Then next നോക്കാം, he should have an ample knowledge of a behavioral science. എന്താണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്? പെരുമാറ്റ ശാസ്ത്രം അല്ലെ. അവിടെ നമുക്കറിയാം ഹ്യൂമൻ ബോഡീസ് അല്ലെ, അവരെ കൈകാര്യം ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നേച്ചറുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് വർദ്ധിക്കാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ, ആ ഒരു പെരുമാറ്റ ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു നല്ല അറിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ HR മാനേജറിന് ഉണ്ടായിരിക്കണം. Then he must have an acute sense of social justice and be fully appreciative of the rights and the interest of the men and women at work, as well as of the economic necessity of management. നമുക്കറിയാം ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് HR മാനേജ്മെന്റിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വശം നോക്കുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്തണം, മറുവശം നോക്കുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർഗനൈസേഷൻ ഉണ്ടോ എന്ന് നോക്കുകയും വേണം. വേണ്ടിവരില്ലേ? അങ്ങനെയും കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരില്ലേ? ഓക്കെ, നമ്മളിപ്പോ എല്ലാ പാക്കേജസ് കൊടുക്കാന്ന് വെക്കുന്നു, കുറെ റിവാർഡ് കൊടുക്കാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഓരോ അല്ലെ വർക്കേഴ്സിന് നമ്മൾ ഇന്നത്തെ എടുത്ത് പറയുന്നുണ്ട് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മെൻ ആൻഡ് വുമൺ ആയിട്ട് വർക്ക് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ഗണത്തില് നമുക്കറിയാം പുരുഷനും സ്ത്രീകളും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഗണം ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാം മാനേജറിന്. പക്ഷെ അങ്ങനെ ആ മാനേജ്മെന്റിന് തീരുമാനിക്കണമെങ്കിൽ അവിടെ ഓർഗനൈസേഷൻ അതിനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ടോ എന്ന് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇവർക്ക് എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, ആ നീതിയൊക്കെ, അതായത് സമൂഹത്തില് ആ നീതി നടപ്പാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം എന്താണ് ടോയ്ലറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രഷ് ആവാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസുകളോ അങ്ങനെ കുറച്ചൊക്കെ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ അവിടെ എന്താണ് അവിടെ ഓർഗനൈസേഷന് മാനേജ്മെന്റിന് അതിന് മതിയായ സാമ്പത്തിക വശമുണ്ടോ എന്നും കൂടി ആലോചിക്കണം. ഒപ്പം തന്നെ അവിടെ ഓരോരുത്തരെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ. അവിടെ സ്ത്രീ പങ്കാളിത്തവും ഉണ്ടാവും, പുരുഷ പങ്കാളിത്തവും ഉണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള സമൂഹത്തില് അല്ലെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയും വേണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതിന് അവകാശമുണ്ട്, അവർക്ക് അതിനനുസരിച്ചിട്ട് കൊടുക്കാനുള്ള അവകാശം കിട്ടാനുള്ള അർഹതയുള്ളതാണ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. പക്ഷെ അതിനുള്ള സാഹചര്യ വശങ്ങള് മാനേജ്മെന്റിൽ ഉണ്ടോ എന്നും കൂടി കൺസിഡർ ചെയ്യാൻ വേണം. Then he should be capable of a creative thinking. എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്? ഓക്കെ, സൃഷ്ടികരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ. അപ്പൊ ഓരോ കാര്യങ്ങള് ഇപ്പൊ ചിലപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമായിരിക്കും ഇന്നത് കൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി അല്ലെ, സർഗാത്മകമായിട്ടുള്ള ചിന്തിപ്പിച്ച് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ്. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന അതേ രീതി തന്നെ ഇപ്പം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. കാരണം ഇപ്പൊ പുതിയ യുഗമാണ് അല്ലെ. ആ യുഗത്തിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ വാഗ്ദാനങ്ങളൊക്കെ നൽകേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ് കൂടി ചെയ്യാനായിട്ടുള്ള അല്ലെ. ഓക്കെ, മോഡലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാറി മറിഞ്ഞത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should have a knowledge in the problem solving techniques. നമുക്കറിയാം എവിടെയും എന്താണ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇടയിലാണ് പ്രോബ്ലംസ് ഉണ്ടാവാൻ ധാരാളം സാധ്യത അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലംസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിട്ടുള്ള സാങ്കേതിക വശങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കണം. Then he should be capable of leadership. അതായത് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ. ചില പാരിതോഷികങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോ ചിലരൊക്കെ മടിയും, ഓക്കെ നമുക്ക് വേണ്ട ഉള്ളത് തന്നെ മതി എന്നൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് വരും. പക്ഷെ അവരെ പുഷ് ചെയ്ത് നേതൃനിരയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ നയിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് കൂടി
ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ HR മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should be a friendly, tactful and approachable nature. അതായത് എല്ലാവരോടും അല്ലെ വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല ഫ്രണ്ട്ലി നേച്ചറിൽ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള അല്ലെങ്കിൽ നല്ല അല്ലെ എല്ലാവരോടും എന്താണ് അഡ്ജസ്റ്റബിൾ അപ്രോച്ച് ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. He should have initiative and decision making ability. അതായത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കണം അല്ലെ. ചിലപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അർജൻസി കേസുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്ററുമായി പോലെയുള്ള അല്ലെ ദുരന്ത സംബന്ധമായ കാര്യങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ അല്ലെ തീരുമാനങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാനേജ്മെന്റിനെയൊക്കെ അറിയിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കപ്പാസിറ്റിയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should be able to generate trust among his colleagues. അതായത് ഇവർക്ക് ഇപ്പോ കുറെ കാര്യങ്ങളല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഫ്രണ്ട്ലിയൊക്കെ ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുള്ളൂ. ശരിയല്ലേ? ചിലരെല്ലാം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമോ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ട്രസ്റ്റ് അല്ലെ നമുക്ക് ഒരു വിശ്വാസം ആ ഒരു കോളേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം? HR മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should be ready to cooperate with the subordinate in times of difficulty. അതായത് നമുക്കറിയാം സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ താഴേക്കിടയിലുള്ള കീഴുദ്യോഗസ്ഥർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ട വരും അല്ലെ. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധത അതുകൂടി ആര് പ്രകടിപ്പിക്കേണ്ടതുണ്ട്? നമ്മുടെ HR മാനേജർ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. He should be ready to cooperate with the subordinates in times of difficulty. കീഴുദ്യോഗസ്ഥർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരോടൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കൂടി അല്ലെങ്കിൽ റെഡി ആവേണ്ട ഒരു സന്നദ്ധത കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നോക്കാം, he should be prompt enough to give them the feedback in the handling of personal matters whenever necessary in the interest of a functioning of the organization and establish the personal policies of the organization. അതായത് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് അല്ലെ പ്രവർത്തനത്തിനും സ്ഥാപനത്തിന് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേസ് നമുക്കറിയാം ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇപ്പൊ പേഴ്സണൽ ആയിട്ട് ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്കറിയാം ഓരോ വർഷം കൂടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ടേൺ ഓവറോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അല്ലെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് വിലയിരുത്തും അല്ലെ. അപ്പൊ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കിയിട്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. അത് ഏതൊരു സ്ഥാപനം അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ പുതിയ പോളിസികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്കുകൾ അല്ലെ മനസ്സിലാക്കി എടുക്കാനുണ്ട്. അപ്പൊ അതിനും ഈ പേഴ്സണൽ മാനേജറിന്റെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. He should be prompt enough to give them the feedback in the handling of personal matters whenever necessary in the interest of the functioning of the organization and establish the personal policies of the organization. അപ്പൊ ഫീഡ്ബാക്കുകളെല്ലാം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെ അവരുടെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അല്ലെ ആ വിലയിരുത്തലുകളൊക്കെ നന്നായിട്ട് തന്നെ മാനേജ്മെന്റിനെ ഹാൻഡിൽ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടി അല്ലെ കുറച്ചും കൂടി ഇൻഡസ്ട്രീവ് ആയിട്ടുള്ള ഫംഗ്ഷണൽ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന്റെയും കൂടി സഹായത്തോട് കൂടിയിട്ട് നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ. അങ്ങനെ പുതിയ ഓർഗനൈസേഷന് പേഴ്സണൽ ആയിട്ടുള്ള പോളിസികളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ മാനേജ്മെന്റിനെയും ബോധ്യപ്പെടുത്തി പുതിയ പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പേഴ്സണൽ പോളിസീസും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കഴിവും ആർക്കുണ്ട്? നമ്മുടെ പേഴ്സണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് ഉണ്ടായിരിക്കും. ഓക്കെയാണോ? ഇതൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും അല്ലെ. എന്തെങ്കിലും ക്വാളിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ ഒരു പേഴ്സണൽ മാനേജറിനുണ്ടായ. ഇപ്പൊ ഓരോ പുതിയ നയം ഇപ്പൊ ചിലർക്ക് നമുക്കറിയാം പഞ്ചിങ് മെഷീനൊക്കെ ചിലപ്പോ വളരെയധികം അല്ലെ രീതിയായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തോന്നാം. ഓക്കെ, അതായത് എല്ലാവർക്കും ചിലപ്പോ വേണമെന്നുണ്ടാവില്ല.
ഏതെങ്കിലും വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ എല്ലാവരും അത് ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ, എല്ലാവരും ഒരേപോലെ തന്നെ നീതി പാലിക്കണമെന്നുണ്ടാവാം. പക്ഷെ ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ കുഴപ്പമൊന്നുണ്ടെങ്കിൽ അല്ലെ അവർക്ക് വേണ്ടി മാത്രമൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തോന്നുന്നത് അനുസരിച്ചിട്ട് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാനായിട്ട് മാനേജ്മെന്റിന്റെ കൂടി സഹായത്തോട് കൂടിയിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കും. അതിവേഗത്തിലൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോർത്ത് പോയിന്റ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്. They must have an acute sense of a social justice and be fully appreciative of the right and the interest of men and women. Okay, അതായത് സൊസൈറ്റിയുടെ മുമ്പിൽ അല്ലെ തുല്യനീതി എല്ലാവർക്കും ഉറപ്പാക്കേണ്ടതുണ്ട്. അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരവരുടെ ആവശ്യങ്ങൾ അവകാശപ്പെട്ടത് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയെല്ലാം നടപ്പാക്കി കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താണ് മാനേജ്മെന്റിന്റെ എക്കണോമിക് നെസസിറ്റി അല്ലെ, അവൈലബിലിറ്റി, അവിടെ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയാണ് മാനേജ്മെന്റിന് ഉള്ളത് എന്നും കൂടി നിലപാടും കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതെല്ലാം അല്ലെ സൊസൈറ്റിയുടെ മുമ്പിൽ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള സാമൂഹിക കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ് ആണോ? Okay. You should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of a functioning of the organization and establish the personal policies of the organization. അതായത് നമ്മൾ പറഞ്ഞു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ അല്ലെ നമ്മൾ തീർച്ചയായിട്ടും അത് നിലനിർത്തിക്കൊണ്ട് പോകണം. തീർച്ചയായിട്ടും എന്താണ് സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നിലനിന്ന് പോകണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് പേഴ്സണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളല്ലേ ചില ഫീഡ്ബാക്കുകളൊക്കെ നോക്കണം. ചിലയിടത്തൊക്കെ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടായിരിക്കും ഈ സ്ഥാപനം താഴേക്ക് പോകാനായിട്ട് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ അറ്റൻഡൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയമൊന്നും പാലിച്ചു വരുന്നില്ലാത്ത വർക്കേഴ്സ് ഒക്കെ ആണ് എന്ന് നോട്ടബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഒരു അല്ലെ പഞ്ചിങ് മെഷീനൊക്കെ സ്ഥാപിക്കാനായിട്ട് ഒരു നയങ്ങളൊക്കെ പുതിയ നയങ്ങളൊക്കെ രൂപീകരിക്കാനുള്ള ഇൻട്രസ്റ്റ്. നമുക്കറിയാം സമയത്തിന് തന്നെ നയങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരും. അപ്പൊ അതിനും ഉള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും നിങ്ങൾ എന്തായാലും എടുക്കുന്നത്രയും വായിച്ചു പോണോട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് വായിക്കാൻ നിൽക്കണ്ട, പക്ഷെ സിമ്പിൾ ആണ് അല്ലെ, നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരാളുടെ ഡ്യൂട്ടി എന്താണെന്ന് മസ്റ്റായിട്ട് മനസ്സിലാക്കുക. HR മാനേജറിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടെയുള്ള വർക്കേഴ്സിനെ അല്ലെ തൃപ്തിപ്പെടുത്തുക. ഒപ്പം മാനേജ്മെന്റിനെയും ചില കാര്യങ്ങൾ ചില ലോയൊക്കെ ചില പറയണമെന്നില്ല, ആ ലോയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ, അത് അവർക്ക് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ചില പ്രോഗ്രാമുകൾ, ചില റിവാർഡുകൾ, ചില ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ബോധവാന്മാരാക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് അല്ലെ വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന റോളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിനുള്ളത്. അപ്പൊ അത് മൈൻഡിൽ വെച്ചിട്ട് തന്നെ പോയിന്റ്സുകളൊക്കെ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഇപ്പോഴും സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എടുത്തോട്ടെ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതായത് ആ ടേബിളിൽ എത്രയേ ഉള്ളൂ, റോൾ ഓഫ് പേഴ്സണൽ മാനേജറിന്റെ പങ്ക് എന്താന്നുള്ള കാര്യമാണ്. അതായത് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള റോളുകളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, എഴുത്തുകുത്ത് പണികളായിട്ടുള്ള ക്ലറിക്കൽ റോളുകളുണ്ട്, ദെൻ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥനായിട്ട് അല്ലെ അവിടെ പരാതി പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായിട്ടുള്ള ഒരു നിലപാടും അവിടെ സ്വീകരിക്കുന്നുണ്ട്. അത്ര ഡ്യൂട്ടികൾ ആർക്കുണ്ട്?
പേഴ്സണൽ മാനേജറിന് അല്ലെങ്കിൽ HRM മാനേജറിനുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുടെ ആ ഒരു ഹെഡിങ് നോക്കുക. ജസ്റ്റ് ആ ഒരു കോളംസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഒരു മാറ്റർ വെച്ചിട്ട് നോക്കിയാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ എന്തായാലും ഹെഡിങ് നിങ്ങൾ വായിച്ചു കാണാം. അതായത് HR മാനേജറിന് വ്യക്തിപരമായിട്ടുള്ള റോളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റോളുണ്ട്, എഴുത്തുകുത്തുമായി ബന്ധപ്പെട്ട റോളുണ്ട്, മധ്യസ്ഥനായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന റോളുമുണ്ട് അല്ലെ. ഇപ്പൊ വ്യക്തിപരമായിട്ടുള്ള റോൾ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇടനിലക്കാരനാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഒരു സ്ഥാപനത്തില് HR മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസ്, അവിടെയുള്ള വർക്കേഴ്സുകളുടെ ആ ഒരു റിസോഴ്സസിനെ നല്ല കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പാരിതോഷികം കൊടുത്താൽ നന്നായിട്ട് വർക്ക് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്വൈസ് അല്ലെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ള വ്യക്തിപരമായ റോളാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അഡ്വൈസറി എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാവ് എന്നുള്ള ഒരു ചുമതല. ഓക്കെ, നമുക്കറിയാം അവിടെ പോസ്റ്റ് വരുന്നത് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കാനാണ് അല്ലെ. അവരെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അവിടെ HR മാനേജറിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റോള്. ദെൻ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് നമുക്കറിയാം അവിടെ ഒരുപാട് കാര്യക്ഷമത കൂട്ടിക്കൊടുക്കുക. ഓക്കെ, അവിടെ നമുക്കറിയാം മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. അതായത് നമുക്ക് ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യും അല്ലെ. ഇതൊരു സ്ഥാപനമാണ്, ഇപ്പൊ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പൊ അവര് ചിലര് എന്താ നമുക്കറിയാം മാക്സിമം അവർക്ക് അല്ലെ ഒരു വേക്കൻസികളൊന്നും ഇല്ലാതെ തന്നെ ഫുൾഫിൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലരുടെ വേക്കൻസികൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും വേക്കൻസികളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ ഓവർലോഡ് ആവും അവിടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച്. അപ്പൊ അതൊക്കെ നികത്തി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതായത് എല്ലാ വർക്കേഴ്സും അല്ലെ ഓരോ ഷിഫ്റ്റിനനുസരിച്ചിട്ടും കറക്റ്റ് ആയിട്ട് തന്നെ വർക്കേഴ്സ് എത്തിയാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ആ ഒരു ഇത് അല്ലെ ജോലി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം അതിനനുസരിച്ചിട്ടായിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെ, നമുക്ക് അതായത് പ്ലാനിങ് വേണം, ആസൂത്രണം വേണം. അവിടെ ഏതെങ്കിലുമൊക്കെ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ടോ, അതിനനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ, അതായത് അപേക്ഷകൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപേക്ഷകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള സെലക്ഷൻ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പൊ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് അവിടെ വർക്കേഴ്സിന്റെ ഇടയിൽ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ടോ, ഈ വേക്കൻസികൾ നികത്താൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുക, ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട റോള് കൂടി ആർക്കുണ്ട്, HR മാനേജറിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കറിയാം എല്ലാം ഇടനിലക്കാരനായിട്ടുള്ള മാനേജ്മെന്റ് ഓക്കെ അല്ലെ. അത് ഓക്കെ എന്ന് പറയുമ്പോഴാണ് അത് കൺഫേം ആവാനായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമുക്ക് ഇതിന്റെയൊക്കെ പക്ഷെ ആസൂത്രണങ്ങളൊക്കെ നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ലൈൻ അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെന്റ്. അതായത് നമുക്കറിയാം ഓരോ വർക്കേഴ്സ് ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പോ നമ്മൾ കണ്ടു എന്താണ് മുകളിൽ തുടങ്ങി കീഴില് വരെയുള്ള ജോലിക്കാരുണ്ട്. നമുക്കറിയാം നമുക്ക് ഹോസ്പിറ്റലിൽ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് എപ്പോഴും നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ, എപ്പോഴും മൈൻഡിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും വരും അല്ലെ. അപ്പൊ അവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, എന്താ പറയാ അല്ലെ ഒരുപാട് അല്ലെ ടെസ്റ്റിങ്, അതുപോലെ ടെക്നീഷ്യന്മാര്, അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏത് ലെവലിലുള്ള വർക്കേഴ്സ് ആണെങ്കിലും ചിലർക്കൊക്കെ ചില ട്രെയിനിങ്ങുകൾ, ഫ്രഷേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്.
അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് അലൈൻമെന്റ് ഏത് ലെവലിലുള്ള ജീവനക്കാരാണെങ്കിലും അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ചിലർക്ക് ട്രെയിനിങ് ആവശ്യമാണ്, ചിലർക്ക് മറ്റേതെങ്കിലും ക്ലാസ് റൂം പരിശീലനമോ അല്ലെ എന്തെങ്കിലും എന്താ പറയുക 3-4 ദിവസത്തെ മാത്രം പരിശീലനമാവാം. ചിലപ്പോ എന്താണ് ചിലർക്ക് ഒരുപാട് നാളത്തെ അല്ലെ നമുക്ക് ഒരു പ്രൊഫഷണൽ പീരീഡ് പോലെ ഒരു 6 month ഒക്കെ ഡ്യൂട്ടിയിലൊക്കെ കൊടുക്കും. അതിനുശേഷം അവർ ഓക്കെ ആണെങ്കിലാണ് അവരെ ഫുള്ളായിട്ട് അവിടേക്ക് സ്റ്റാഫായിട്ട് നിയോഗിക്കുള്ളൂ. ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അതിനെയൊക്കെ കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? പേഴ്സണൽ മാനേജറാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെന്റ്. ഏത് വിഭാഗത്തിലുള്ളവർക്കും അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതെങ്ങനെ കൊടുക്കണം? മാനേജ്മെന്റിന് ലൈൻമെൻ എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അവിടെ ഡിഫറെന്റ് വർക്കേഴ്സ് ഉണ്ട് അല്ലെ. ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ തുടങ്ങി സബോർഡിനേറ്റ് അല്ലെ കീഴുദ്യോഗസ്ഥർ വരുന്ന ഒരു ലൈൻ ഗ്യാപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ലൈൻമെൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇൻ കേസ് ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതേപോലെ തന്നെ കീഴുദ്യോഗസ്ഥന്മാരെ പോലെ വർക്ക് ചെയ്യുന്ന അല്ലെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഇല്ലേ. നമുക്കറിയാം ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അല്ലെ. നമ്മൾ ഏത് ഡ്യൂട്ടിയും അങ്ങനെ റെസ്പെക്ടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ ഓരോരുത്തർക്കും അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതൊക്കെ ഏത് ലെവലിലുള്ളവരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് നമ്മളെ വിലയിരുത്തണം അല്ലെ. അവിടെയുള്ള ഏതോ ഒരു വ്യക്തികളെയും വ്യക്തിപരമായിട്ട് തന്നെ വിലയിരുത്തണം. നമുക്കറിയാം ഇപ്പോ നഴ്സുമാരൊരു ഗണം അല്ലെ, ഗ്രൂപ്പ് ബിഹേവിയർ, ഡോക്ടേഴ്സിന്റെ ഒരു ഗണം, ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ഒരു ഗണം, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകളുടെ ഒരു ഗണം, അതൊക്കെ ഒരു ഗ്രൂപ്പാണ് അല്ലെ. ഗ്രൂപ്പ് ബിഹേവിയർ ആണെങ്കിലും അവരെ കുറിച്ച് അസസ്മെന്റ് ചെയ്യണം. വ്യക്തിപരമായിട്ടും അവർക്ക് അല്ലെ അതിനനുസരിച്ചിട്ട് തന്നെ ഒരു നല്ല വ്യക്തിപരമായിട്ട് തന്നെ അസസ്മെന്റ് നടത്തിയാലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്ത് ഇന്ന ഗണത്തിലുള്ളവർക്ക് ഇന്ന ട്രെയിനിങ് വേണം, ഇന്ന ഗണത്തിലുള്ളവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി കൊടുക്കണം അല്ലെ, ഇന്ന ഗണത്തിലുള്ളവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണം. അപ്പോ അത് നമുക്കറിയാം അത് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഗണം തിരിച്ച് തന്നെ അവരെ അസസ് ചെയ്തിട്ട് വിലയിരുത്തിയതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്യൂട്ടിയും ആർക്കുള്ളതാണ്? HR മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? പേഴ്സണൽ റോള്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെൽഫെയർ റോള്. അവിടെ വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം അവിടെ അല്ലെ പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള പാക്കേജുകളൊക്കെ അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയൊക്കെ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ HR മാനേജറിന്റെ ലെവലിലുള്ളവരാണ്. നോക്കുക, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ്. അതായത് ഓരോ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുമുള്ള എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമുക്കറിയാം എന്ത് കാര്യം കൊടുക്കുന്നതിന് മുമ്പും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് വിലയിരുത്തും അല്ലെ. എങ്കിൽ മാത്രമാണ് ആ പ്രോബ്ലംസ് പരിഹരിച്ച് അവരെ പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രധാന സൊല്യൂഷൻസ് കണ്ടെത്തുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ ആ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻ, റെസ്റ്റേഴ്സ് എക്സെട്ര. ഇൻ കേസ് നമുക്കറിയാം അവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് നമുക്കറിയാം അല്ലെ അവരെ കുറച്ച് സാധാരണ രീതിയിലുള്ള ബേസിക് സൗകര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെങ്കിൽ ക്രച്ചസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോ എന്താണ് പാല് കൊടുക്കും അല്ലെ അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങൾ. അതായത് ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മാത്രമല്ല, അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂംസ് അല്ലെങ്കിൽ കുറച്ച് റിഫ്രഷ് ആവാനായിട്ടുള്ള പ്ലേസ് മാത്രമല്ല, ഇൻ കേസ് കുട്ടികളെ കൂടി ശ്രദ്ധ കൊടുത്തിട്ട് അവർക്കും കൂടി മുലയാട്ടാനുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ പോയിന്റ്സിൽ പറഞ്ഞു അല്ലെ. അവിടെ മാനേജ്മെന്റിന്റെ ഫിനാൻഷ്യലുള്ള സൗണ്ട് കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ
ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഇത്തരത്തിലുള്ള സർവീസിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുക എന്നുള്ളത് HR ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറിനുള്ള ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചിലർക്കൊക്കെ ചിലപ്പോ ആണെങ്കിൽ നന്നായിട്ട് തന്നെ എന്താണ് ജോലി ചെയ്യുന്നതിനിടയ്ക്കൊക്കെ സ്ട്രെസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലരെല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ അവരെ നന്നായിട്ട് അല്ലെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള മോട്ടിവേഷൻ പാക്കേജസ്, അല്ലെങ്കിൽ ഇൻ കേസ് ലീഡർഷിപ്പ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മറ്റുള്ളവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെ ആശയവിനിമയം നടത്താനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നമുക്കറിയാം അല്ലെ ഫുഡ് ലഞ്ച് ഒക്കെ കഴിക്കുന്ന അവസരങ്ങളൊക്കെ പ്രത്യേകമായിട്ട് തന്നെ ഒരു സമയക്രമമൊക്കെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അതിനനുസരിച്ചിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്ത്, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ഒരു സെമിനാറോ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അല്ലെ ആ ഒരു സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചിലർക്കൊക്കെ ലീഡർഷിപ്പ് നിർവഹിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്ത് പ്രവർത്തനമാണ്? ക്ഷേമ പ്രവർത്തനങ്ങളാണ് അല്ലെ, വെൽഫെയർ റോളുകളാണ്. ആരുടെ? പേഴ്സണൽ മാനേജറിന്റെ അല്ലെങ്കിൽ HR മാനേജറിന്റെ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുമ്പോൾ ക്ലറിക്കൽ റോളാണ്. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണോട്ടോ. എന്തെങ്കിലും പോയിന്റ്സുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുകയും വേണം. എന്തായാലും വായിച്ചു നോക്കി, അതായത് ഒരു വ്യക്തിയുടെ ആ ഡ്യൂട്ടിയെ ആലോചിക്കുക, ഒപ്പം തന്നെ എന്റെ പോയിന്റ്സും കൂടി കൺസിഡർ ചെയ്ത് പോവുക. ക്ലറിക്കൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുത്തുകുത്ത പണികൾ അല്ലെ. അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ടൈം കീപ്പിംഗ് അവര് കറക്റ്റായിട്ട് അറ്റൻഡൻസ് ഒക്കെ അല്ലെങ്കിൽ വരുന്ന സമയം പോകുന്ന സമയമൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സാലറി ആൻഡ് വേജസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസെന്റീവ്സ്, അതായത് കേസ് അവരുടെ കൂലികൾ അല്ലെ, സാലറിയും അല്ലെങ്കിൽ വേതനമൊക്കെ കൈപ്പറ്റുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റേഴ്സ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടേണ്ടത് HR മാനേജറാണ്. അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്, അതായത് ചിലരൊക്കെ ഡ്യൂട്ടി ഓവർ ടൈം ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവും, അതിനനുസരിച്ചുള്ള സാലറി ഒക്കെ അവർക്ക് കൊടുക്കണം. അതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതും HR മാനേജർ ഇടപെട്ടിട്ടാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, അതായത് എല്ലാ റെക്കോർഡ്സ് ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഓവർ ടൈമിന് കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കുന്നുണ്ടോ, അറ്റൻഡൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടോ, ആബ്സെന്റീസ് നോട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള റെക്കോർഡ്സ് ഒക്കെ പരിപാലിച്ചു പോകേണ്ടതും HR മാനേജറിന്റെ ആ ഒരു ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. ഇതാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. അതായത് നമുക്കറിയാം അവിടെ മെഷീൻ ആണ് അല്ലെ, ചിലയിടത്തൊക്കെ മെഷീൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരുടെ അണ്ടറിലായിരിക്കും? മെഷീന്റെ അല്ലെ. ഓപ്പറേഷൻ വെച്ചാൽ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് ആരുടെ എന്തിലായിരിക്കും? മനുഷ്യ അല്ലെ, മനുഷ്യന്റെ കഴിവുകൊണ്ട് തന്നെയായിരിക്കും. ഇൻ കേസ് അത് ആ ഒരു ഹ്യൂമൻ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം, അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും. ചിലപ്പോൾ നമുക്കറിയാം മതിയായ ട്രെയിനിങ് കിട്ടാതെ ഒന്നും ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ സമയത്തിന് നമുക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കേണ്ടതും ഈ HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. എന്താണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറയുന്നത്? അതായത് അവിടെ എന്തെങ്കിലും പരാതികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഗ്രീവനസ് ഹാൻഡ്ലിംഗ്, അതായത് പരാതികൾ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പരാതികൾ വരികയെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതേമാതിരി തർക്കങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് സെറ്റിൽമെന്റ് ചെയ്യേണ്ടതും അദ്ദേഹം തന്നെയാണ്. ദെൻ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് അച്ചടക്കം അല്ലെ. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്കറിയാം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെയും ഉത്തരവാദിത്തം HR മാനേജറിന്റെയാണ് നമുക്കറിയാം. അപ്പോ അവിടെ ആ ഒരു അച്ചടക്ക നിലപാട് സ്വീകരിക്കാനായിട്ട് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് അല്ലെ. എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുവോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒച്ചപ്പാട് ബഹളം ഒഴിവാക്കുവോ അല്ലെ. അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതും ആര് തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്? വിലപേശി മേടിക്കുക അല്ലെ. ചിലപ്പോ അവർക്ക് ന്യായമായ കൂലിയൊന്നും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് വിലപേശി തന്നെ അവിടെയുള്ള വർക്കേഴ്സ് നമ്മുടെ അർഹിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോ അല്ലെ മാനേജ്മെന്റിനെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ടതും HR ഡിപ്പാർട്ട്മെന്റ് മാനേജറാണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ കൂട്ടായ വിലപേശൽ വരുമ്പോഴും
ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. അവർക്ക് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കാനായിട്ട് എന്താണ് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് അർഹതപ്പെട്ടത് ലഭ്യമാക്കാനായിട്ടുള്ള ഒരു മധ്യസ്ഥം വഹിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ HR മാനേജറാണ്. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ക്ലറിക്കൽ റോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിൽ അതായത് നമ്മളിപ്പോ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ട് അല്ലെ? അത് ഓക്കെ, അത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ പ്രോഡക്റ്റ് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്ത പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് ആ ഒരു മെഷീൻ ഉപയോഗം കൊണ്ട് കിട്ടിയെന്ന് വരില്ല. കാരണം അവര് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് എക്സ്പീരിയൻസ് ചിലപ്പോൾ കുറവായതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എടുത്തു നോക്കിയാലാണ് അറിയണേ അവർക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിന്റെ അപാകതകളുണ്ട്. ഓക്കെ, ഗ്രേവ്നെസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് പരാതി കൈകാര്യം എന്നാണ്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവാം അല്ലെ? സമയത്തിന് വർക്ക് ചെയ്തിട്ട് വരാൻ പറ്റുന്നില്ല എപ്പോഴും അല്ലെ? നമ്മളുടെ സമയക്രമം ഒന്ന് മാറ്റി തരണം. നമുക്കറിയാം ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ എല്ലായ്പ്പോഴും നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരാതികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ബുദ്ധിമാന്മാരാക്കുകയും എന്തെങ്കിലും പരിഗണനകൾ അർഹിക്കുന്നതാണെങ്കിൽ അവർക്ക് ആ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെഫിനിഷൻ തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. ഇത്രയും സ്പീഡിൽ പോയില്ലെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം പുറത്തെ മൊഡ്യൂളിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത ക്ലാസ്സിലാണെങ്കിൽ. ഓക്കെ, താങ്ക് യു.